ഒരിക്കൽ ഓസ്ട്രേലിയയിലെ സാൽസ്ബർഗ് നഗരത്തിൽ താമസിച്ചിരുന്ന സമ്പന്നനായ ഒരു വ്യവസായിക്ക് തന്റെ പൂർവികരുടെ പഴയ ഫാം ഹൗസ് പുതുക്കി പണിയാൻ ആഗ്രഹമുണ്ടായി. വർഷങ്ങളായി ഒഴിഞ്ഞുകിടന്ന ആ വീടിന് ഒരു പുതിയ രൂപം നൽകാൻ അദ്ദേഹം ഒരു മരപ്പണിക്കാരനെ ചുമതലപ്പെടുത്തി. കൃത്യനിഷ്ഠതയ്ക്ക് പേരുകേട്ട ആളായിരുന്നു ആ മരപ്പണിക്കാരൻ. എന്നാൽ പിറ്റേ ദിവസം രാവിലെ പതിവിനു വിപരീതമായി അയാൾ അല്പം വൈകിയാണ് ജോലിക്കെത്തിയത്. സ്കൂട്ടറിന്റെ ടയർ പഞ്ചറായതായിരുന്നു അതിനു കാരണം. അന്നത്തെ ദിവസം അദ്ദേഹത്തിന് ഒട്ടും എളുപ്പമായിരുന്നില്ല. പഴകി ദ്രവിച്ച മരങ്ങൾ നീക്കം ചെയ്യുകയും പുതിയവ സ്ഥാപിക്കുകയും ചെയ്യുന്നത് വളരെ പ്രയാസമേറിയ ജോലിയായിരുന്നു. അക്ഷീണം അദ്ദേഹം അധ്വാനിച്ചു. അതിനിടെ അദ്ദേഹത്തിന്റെ ഇലക്ട്രിക് സോ കേടായി. അത് അദ്ദേഹത്തിന്റെ ജോലി കൂടുതൽ ദുസ്സഹമാക്കി. ഓരോ തടസ്സവും അദ്ദേഹത്തെ നിരാശനാക്കി. എന്നിട്ടും സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും അന്നത്തെ ജോലികളെല്ലാം പൂർത്തിയാക്കി അദ്ദേഹം തന്റെ ആത്മാർത്ഥത തെളിയിച്ചു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയപ്പോൾ മറ്റൊരു പ്രശ്നം. സ്കൂട്ടർ സ്റ്റാർട്ടാവുന്നില്ല. നിരാശയോടെ നിൽക്കുന്ന മരപ്പണിക്കാരനെ കണ്ടപ്പോൾ വ്യവസായിക്ക് വിഷമം തോന്നി. അദ്ദേഹം തന്റെ കാറിൽ അദ്ദേഹത്തെ വീട്ടിലെത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. യാത്രക്കിടയിൽ വലിയ സംഭാഷണങ്ങളൊന്നും ഉണ്ടായില്ല. ക്ഷീണിതനും നിരാശനുമായിരുന്ന മരപ്പണിക്കാരൻ ചിന്തകളിൽ മുഴുകി. വീട്ടിലെത്തിയപ്പോൾ തന്റെ കുടുംബത്തെ പരിചയപ്പെടുത്താൻ മരപ്പണിക്കാരൻ വ്യവസായിയെ അകത്തേക്ക് ക്ഷണിച്ചു. അവർ മുൻവാതിലിലേക്ക് നടക്കുമ്പോൾ മരപ്പണിക്കാരൻ ഒരു ചെറിയ മരത്തിനടുത്ത് അല്പനേരം നിന്നു. അയാൾ തന്റെ 2 കൈകൾ കൊണ്ട് ആ മരത്തിന്റെ ശിഖരങ്ങളുടെ അഗ്രഭാഗങ്ങളിൽ പല തവണ മെല്ലെ തൊട്ടു. മരത്തിൽ തൊട്ടുവന്നതിനു ശേഷം മരപ്പണിക്കാരനിൽ അത്ഭുതകരമായൊരു മാറ്റമുണ്ടായതായി വ്യവസായി ശ്രദ്ധിച്ചു. ആ ദിവസത്തെ ജോലിയുടെ എല്ലാ ആകുലതകളും അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് മാഞ്ഞു പോയിരുന്നു. മുഖം ഒരു പുഞ്ചിരിയിൽ നിറഞ്ഞു. അദ്ദേഹം തന്റെ 2 കൊച്ചുകുട്ടികളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും പിന്നീട് ഭാര്യയോട് കുശലാന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. ആ വീട്ടിൽ സമാധാനവും സന്തോഷവും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതായി വ്യവസായിക്ക് തോന്നി. മരപ്പണിക്കാരന്റെ വീട്ടിൽ അല്പസമയം ചെലവഴിച്ച ശേഷം വ്യവസായി മടങ്ങാൻ ഒരുങ്ങി. മരപ്പണിക്കാരൻ അദ്ദേഹത്തെ കാറിനടുത്തേക്ക് അനുഗമിച്ചു. യാത്ര പുറപ്പെടാൻ നേരം വ്യവസായിയുടെ ശ്രദ്ധ ആ ചെറിയ മരത്തിൽ. മരപ്പണിക്കാരൻ ആ മരത്തിൽ ചെയ്തതിനെ കുറിച്ച് അദ്ദേഹത്തിന് ആകാംക്ഷയായി. നേരത്തെ നിങ്ങൾ ആ മരത്തിൽ എന്താണ് ചെയ്തത്? വ്യവസായി ജിജ്ഞാസയോടെ ചോദിച്ചു. മരപ്പണിക്കാരന്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. ഓ, അത് എന്റെ പ്രശ്നവൃക്ഷമാണ്, അയാൾ മറുപടി പറഞ്ഞു. ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എനിക്ക് തടയാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ചില ദിവസങ്ങളിൽ ടയർ പഞ്ചറാവാം, യന്ത്രങ്ങൾ കേടാവാം, ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്യേണ്ടിയും വരാം. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ആ പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. എൻ്റെ ഭാര്യയും കുട്ടികളും ആ പ്രശ്നങ്ങൾ കാരണം കഷ്ടപ്പെടേണ്ടതില്ല. ആ പ്രശ്നങ്ങളുമായി ഞാൻ വീട്ടിൽ നിരാശയോടെ കഴിഞ്ഞാൽ വീട്ടിൽ സന്തോഷം ഇല്ലാതാകും. അതുകൊണ്ട് എല്ലാ വൈകുന്നേരവും വീട്ടിലെത്തുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ആ മരത്തിൽ തൂക്കിയിടും. എന്നിട്ട് രാവിലെ അവയെ വീണ്ടും എടുക്കും. എന്നാൽ രസകരമായ കാര്യം എന്തെന്നാൽ, അയാൾ പുഞ്ചിരിച്ചു കൊണ്ട് തുടർന്നു, രാവിലെ അവയെ എടുക്കാൻ വരുമ്പോൾ തലേ ദിവസം രാത്രി ഞാൻ തൂക്കിയിട്ടത്ര പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവാറില്ല. പലപ്പോഴും അവ ചെറുതായി ചുരുങ്ങിയിട്ടും ഉണ്ടാകും, അല്ലെങ്കിൽ പൂർണ്ണമായി അപ്രത്യക്ഷമായിട്ടുമുണ്ടാകും. അതിനാൽ ഞാൻ വീണ്ടും സന്തോഷത്തോടെ പുതിയ ദിവസത്തിലേക്ക് ജോലിക്ക് പുറപ്പെടും. അങ്ങനെ എല്ലാ ദിവസത്തെയും പുതിയ ഊർജ്ജസ്വലതയോടെ അഭിമുഖീകരിക്കാൻ ഇത് എന്നെ സഹായിക്കുന്നു. മരപ്പണിക്കാരന്റെ ഈ വാക്കുകൾ വ്യവസായിയുടെ മനസ്സിൽ ചിന്തകൾ ഉണർത്തി. പ്രശ്നങ്ങളെ സമീപിക്കുന്നതിൽ ഓരോരുത്തർക്കും അവരുടേതായ രീതികളുണ്ടെങ്കിലും ജോലിയുടെ പിരിമുറുക്കങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നത് അത്ര പ്രധാനമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. മരപ്പണിക്കാരന്റെ ലളിതമായ ഈ പ്രവൃത്തി മാനസികാരോഗ്യത്തിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെയും പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരുന്നു. ആ ദിവസം മുതൽ വ്യവസായിയും തൻ്റെ പ്രശ്നങ്ങളെ ഓഫീസിൻ്റെ വാതിൽപ്പടിയിൽ തൂക്കിയിട്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് കടക്കാൻ പഠിച്ചു.
അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും സന്തോഷത്തിൻ്റെ നിറദീപങ്ങൾ പ്രകാശം പരത്താൻ തുടങ്ങി. ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും വ്യക്തി ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കൊണ്ടുവരുന്നത് ഒഴിവാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ജോലിസ്ഥലത്തെ ആശങ്കകൾ അവിടെ തന്നെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് കടക്കുന്നത് സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ സഹായിക്കും. ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളെയും പ്രശ്നങ്ങളെയും തിരിച്ചറിയുകയും അവയെ ലഘൂകരിക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യുന്നത് മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. മരപ്പണിക്കാരൻ്റെ പ്രശ്നവൃക്ഷം മാനസിക ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാനുള്ള ഒരു പ്രതീകാത്മക മാർഗമാണ്.